MIയുടെ MI11 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് MI11 Pro എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ MI11 Proയിൽ 6.81 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ ഫോണിൽ 2K ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ E4 AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോണിന്റെ ഡിസ്പ്ലേയിൽ ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് ഡിസ്പ്ലേയുടെ 4 ഭാഗത്തും കർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൽ 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1700 നിറ്റ്സ് ആണ്. അപ്പം MI11 Ultra എന്ന ഫോണിൽ ഇതുപോലുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിലും വരുന്നത്. പക്ഷെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. MI11 Ultra എന്ന ഫോണിന്റെ ബാക്കിൽ ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. എന്നാൽ MI11 Pro എന്ന ഫോണിന്റെ ബാക്കിൽ ഇങ്ങനെ ചെറിയൊരു ഡിസ്പ്ലേ ഒന്നും വരുന്നില്ല. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഫോണിന് ഡിസ്പ്ലേ മേറ്റിന്റെ A+ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. വളരെ മികച്ചൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ MI11 Pro എന്ന ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 208 ഗ്രാം ആണ്. ഫോണിന്റെ തിക്നെസ് വരുന്നത് 8.53 mm ആണ്. പിന്നെ ഫോണിന്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. MI11 Ultra എന്ന ഫോണിൽ ഇതുപോലെ തന്നെ ഈ ഫോണിലും IP68 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റും ആണ്. പിന്നെ പ്രോസസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് സ്നാപ്ഡ്രാഗന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസറാണ്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിന്റെ 3 വെർഷൻസ് ആണ് ഇപ്പോൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. പിന്നെ 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. ഈ ഫോണിൽ LPDDR5 റാം ആണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂളിംഗ് പോലുള്ള ടെക്നോളജി ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ NFC എന്നുള്ള ഫീച്ചറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഹാർമൺ കാർഡിൽ ട്യൂൺ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് ഒന്നും കൊടുത്തിട്ടില്ല. Android 11 ബേസ് ചെയ്തിട്ടുള്ള MIUI 12 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിന്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സ് വരുന്നുണ്ട്. ഇതിൽ 50 മെഗാപിക്സലിന്റെ f1.95 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സാംസങ് GN2 സെൻസറാണ്. സെൻസർ സൈസ് വരുന്നത് 1/1.2 ഇഞ്ച് ആണ്. പിന്നെ ഇതിൽ OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം MI11 Ultra എന്ന ഫോണിൽ ഇതുപോലുള്ള മെയിൻ ക്യാമറ സെൻസർ തന്നെയാണ് ഈ ഫോണിലും വരുന്നത്. പക്ഷെ ബാക്കി 2 സെൻസേഴ്സിന്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ഈ ഫോണിൽ രണ്ടാമത് 13 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. ഇതിന്റെ ഫീൽഡ് ഓഫ് വരുന്നത് 123 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 8 മെഗാപിക്സലിന്റെ f3.4 അപ്പേഴ്സിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 50x ഡിജിറ്റൽ സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സെൻസറിലും OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1920 FPS സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 20 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. MI11 Ultra എന്ന ഫോണിൽ ഇതുപോലെ തന്നെ ഈ ഫോണിലും 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 67 വാട്ടിന്റെ വയർലെസ് ചാർജിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 10 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിംഗും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ ഇപ്പൊ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പൊ ചൈനയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫോണിന്റെ 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 4999 യുവാൻ ആണ്. അതായത് ഏകദേശം 55,400 രൂപ. പിന്നെ ഈ ഫോണിന്റെ 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 5299 യുവാൻ ആണ്. അതായത് ഏകദേശം 58,700 രൂപ. പിന്നെ ഈ ഫോണിന്റെ 12GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 5699 യുവാൻ ആണ്. അതായത് ഏകദേശം 63,100 രൂപ. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് MI11 Pro എന്ന ഫോൺ വരുന്നത്. പിന്നെ MI11 Ultra എന്ന ഫോണും അതുപോലെ MI11 Pro എന്ന ഫോണും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ MI11 Ultra എന്ന ഫോണിന്റെ ബാക്കിൽ ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഡിസ്പ്ലേ MI11 Pro എന്ന ഫോണിൽ കൊടുത്തിട്ടില്ല. പിന്നെ MI11 Ultra എന്ന ഫോണിൽ ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെരിസ്കോപ്പ് ലെൻസും വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ 2 ഫോണുകളിലും ഏകദേശം സെയിം ആണ്. അപ്പൊ MI11 Pro എന്ന ഫോണും അത്യാവശ്യം നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ്. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടും.
നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 60,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിരിക്കും ഈ ഫോണിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരിക എന്നുള്ളതാണ്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ചിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.